ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി അനിത എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അനിത ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഇന്നലെ രാത്രിയാണ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയത്. 6 ദിവസം നീണ്ട സമരത്തിന് ഒടുവിൽ ആണ് അനിത ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റീജോയിൻ ചെയ്യുന്നതിന്, തിരികെ ജോലിയിലേക്ക് എത്തിയിട്ടുള്ള അനിത മാധ്യമങ്ങളെ കാണുവാൻ തയ്യാറാകുമോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത കൈവരേണ്ടതുണ്ട്. വലിയ പോരാട്ടം തന്നെയാണ് അനിത നടത്തിയത്. പ്രത്യേകിച്ച് താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ ജോലിയിൽ തുടരണം എന്ന നിലപാട് അനിത സ്വീകരിക്കുന്നു. പക്ഷേ അനിതയ്ക്ക് വലിയ പ്രതിബന്ധങ്ങളെയാണ് അതിജീവിക്കേണ്ടി വന്നത്. ഇവിടെ ഒരു ഇരയ്ക്ക് വേണ്ടി, അതിജീവിതയ്ക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ ആയിരുന്നു സഹപ്രവർത്തകരും ഒപ്പം തന്നെ തൊഴിലാളി യൂണിയനുകളുമെല്ലാം എതിർ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വേട്ടയാടപ്പെട്ടു എന്ന് തന്നെയാണ് അനിതയുടെ ഭാഷയിൽ പറയേണ്ടത്. എന്തായാലും അനിത പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനിത ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. സാക്ഷര കേരളത്തിലാണ് ഇത്തരം ഒറ്റപ്പെടലുകൾ ഉണ്ടായത് എന്നത് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇരയോടൊപ്പം നിൽക്കുക എന്നതാണ് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പോലും ഇരയ്ക്കൊപ്പം നിന്നതിന്റെ പേരിലാണ് താൻ ഒറ്റപ്പെട്ടു പോയത് എന്നതായിരുന്നു അനിതയുടെ പ്രതികരണം. അതും ആതുര സേവന രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു സ്ത്രീ ചികിത്സയ്ക്ക് എത്തിയതിനു ശേഷം ആശുപത്രിയിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കപ്പെടുന്നത്. അവിടെ ആ സ്ത്രീക്ക് പിന്തുണ അറിയിച്ചു എന്നതാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഒറ്റപ്പെടേണ്ടി വന്നത്. അനിതയുടെ പ്രതികരണം തേടുകയാണ് എന്തായാലും മാധ്യമപ്രവർത്തകർ. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതിയിലൂടെ അനുകൂലമായ ഉത്തരവ് സ്വന്തമാക്കിക്കൊണ്ട് അങ്ങനെയാണ് അനിതയ്ക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. പക്ഷേ അപ്പോഴും മുട്ടാപ്പോക്ക് അനിത പ്രതികരിക്കുകയാണ്. സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാർ കോടതിയിൽ നീതിപൂർവമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ശത്രുതാപരമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ എന്തായിരിക്കും അതിനോടുള്ള പ്രതികരണം? കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ്? ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ തീരുമാനത്തെ എതിർക്കുന്നതല്ലേ? എന്നാലും എനിക്ക് ഹൈക്കോടതിയിലല്ലേ അത് പോയിരിക്കുന്നത്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരനാണല്ലോ. അപ്പൊ അതിൽ നിന്നും എനിക്ക് നീതി തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? കോടതിയലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ, അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ. പിൻവലിക്കുന്നില്ല? ഇല്ല, അത് മുന്നോട്ട് പോകും. കാരണം 6 ദിവസം ഞാനിവിടെ വെയിലത്തിരുന്ന് നിങ്ങളെല്ലാരും കണ്ടതല്ലേ. ഈ പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ പറയുന്നത് 18 പേർക്ക് ഈ PBNDയേക്കാൾ അർഹതയുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഞാൻ എന്ത് പറയാനാ? ആ 18 പേര് എൻ്റെ ജൂനിയേഴ്സാണ്. അപ്പം സീനിയറായി എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ 18 പേരെയും ഈ ഒരു വേക്കൻസിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിൽ സമരത്തിന് ഇവിടെ ഭരണാനുകൂല സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അത് ആശങ്കയുണ്ടോ? അതിനൊരു ആശങ്കയുണ്ട്. സർക്കാരിനോട് വിശദീകരണ യോഗം ഒരു പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ജോലി കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായില്ലേ? ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ. ഇനി ഒരു 6 വർഷം സർവീസ് ഉണ്ട്. അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാരിനോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ്?
സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിന്റെയും അവിടുത്തെ ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ്. അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം. ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല. അപ്പോൾ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാ ജീവനക്കാർക്കും ബാധ്യത ഉള്ളപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതെങ്കിലും ജീവനക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇല്ല, ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സർക്കാർ അപ്പം ആ രീതിയിലാണ് താങ്കളെയും ഈ ഇതിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ അടക്കം വിശദീകരണം. കാരണം ഒരു സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കോടതിയിൽ തെളിയിക്കട്ടെ. എന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ട് കോടതിയിൽ തീരുമാനിക്കട്ടെ. ഈ 6 ദിവസം മാത്രമല്ല, ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ട് മാസങ്ങളായി. അതെ, 2.5 മാസത്തോളം ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവിലായിരുന്നു. അപ്പൊ ദീർഘനാളത്തെ പോരാട്ടമാണ്. അതിനുശേഷം ജോലിയിൽ കയറുമ്പോൾ സന്തോഷമുണ്ട്. 1 വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ്. 1 വർഷമായി. കഴിഞ്ഞ മാർച്ച് 18, 2023 തുടങ്ങിയ പോരാട്ടമാണിത്. നേരത്തെ ഇവിടെ NGO യൂണിയൻ നേതാവ് ഒരു കേസ് കൊടുത്തിരുന്നല്ലോ. അതിലൊരു നടപടി വേണമെന്നുകൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? നേരത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് എന്നെ ഈ പ്രിൻസിപ്പൽ കവാടത്തിൽ മുന്നിൽ യൂണിഫോമിൽ നിന്ന് എന്നെ ഒരു എന്താണ് പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി എന്നെ ആക്രമിച്ചതാണ്. അതിന്റെ ഇതിൽ സർക്കാരിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. സൈബർ ഇതിലും എന്നെ അയാൾ ആക്രമിച്ചിരുന്നു. അത് സൈബർ സെല്ലിന് വിട്ട് പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒഴിവില്ല മനസ്സിലാക്കുന്ന IMCH വേക്കൻസി ഉള്ളത്. അവിടേക്ക് പോകാൻ ബില്ലിംഗ് ആണോ? എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണേലും കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്യും. താങ്ക് യു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സ് PB അനിതയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ടാണ് അനിത വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ അനിതയ്ക്ക് എതിരായി നിലപാട് സ്വീകരിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൽ ഇനിയും ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നത് അനിതയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെ പിന്നോട്ട് പോകാൻ താൻ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഈ വിഷയത്തിൽ പുനഃപരിശോധന ഹർജി സർക്കാർ നൽകുമ്പോൾ പോലും സർക്കാരിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അനിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതും എടുത്തു പറയേണ്ടതാണ്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വലിയൊരു പോരാട്ടമായിരുന്നു അനിത നടത്തിയത്. കാരണം സർക്കാർ അനുകൂല സംഘടന ഉൾപ്പെടെ അനിതയ്ക്ക് എതിരാണ്. ഇനി അവിടെ ജോലി ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. കാരണം സഹപ്രവർത്തകരിൽ എത്ര പേർ അനിതയോടൊപ്പം ഉണ്ടാകും? ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകുമോ എന്നറിയില്ല. എവിടെയെങ്കിലും അനിതയ്ക്കൊരു വീഴ്ചയുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടമായിരിക്കും ഒപ്പമുണ്ടാവുക. അങ്ങനെ അവർക്കിടയിലേക്കാണ് അനിത എത്തുന്നത്. ആ ആത്മവീര്യം എത്രത്തോളമുണ്ട്? എന്താണ് അവരുടെ ശരീരഭാഷ? എന്തായാലും അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമോ എന്ന കാര്യം നമ്മളിനിയും കണ്ടറിഞ്ഞ് കാണേണ്ടതുണ്ട്. കാരണം വർഷങ്ങളായി ഇവരോടൊപ്പം ജോലി ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. സംഘടനാ തലപ്പത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ചിലപ്പോൾ മോശമായ പെരുമാറ്റം ഉണ്ടാവുമെങ്കിലും സഹപ്രവർത്തകർ അത്തരത്തിൽ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് അനിതയുടെ ഒരു കണക്കൂട്ടൽ. മറ്റു വശങ്ങളിൽ ഈ വീഴ്ച പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നും കർശനമായ നടപടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒപ്പം ഈ ആശുപത്രിയിൽ തന്നെ അവർക്ക് തുടർന്ന് സേവനം നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. കാരണം നിലവിൽ തന്നെ ചില സാങ്കേതികമായ നടപടിക്രമങ്ങൾ സർക്കാർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇവരെക്കാൾ സീനിയറായ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് നിയമനത്തിന് പര്യാപ്തമായ സീനിയറായ 18 പേർ ഈ പട്ടികയിൽ കിടക്കുന്നുണ്ട്. ആ പട്ടികയിലെ സീനിയോറിറ്റി അനുസരിച്ച് പരിഗണിച്ചാൽ അനിതയ്ക്ക് താഴെയാണ് പട്ടികയിൽ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അനിത പറയുന്നത് അവരൊക്കെ തന്നെക്കാൾ ജൂനിയർ ആണ് എന്നതാണ്. പക്ഷേ കോടതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുക ഇത്തരം കാര്യങ്ങളായിരിക്കും. നമുക്കറിയാം, നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഈ ട്രാൻസ്ഫറിനെതിരായ ഒരു ഹർജി അനിത ഫയൽ ചെയ്തിരുന്നു. അതിൽ 2 മാസം ഇളവൊക്കെ ആദ്യഘട്ടത്തിൽ കൊടുത്തെങ്കിലും പിന്നീട് വിശദമായി ഈ ഹർജിയിൽ ട്രൈബ്യൂണൽ വിധി കേട്ട ശേഷം അനിതയ്ക്കെതിരായ വിധിയായിരുന്നു ട്രൈബ്യൂണലിൽ നിന്നും എത്തിയത്. കാരണം ഈ സൂപ്പർവൈസറി ലാപ്സ്, അതായത് മേൽനോട്ട പിഴവ് അവിടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് ജീവനക്കാർക്ക് പറ്റിയെന്ന ഒരു വിലയിരുത്തൽ സർക്കാരിന്റെ വാദം അംഗീകരിച്ചായിരുന്നു അന്ന് ആ സ്റ്റേ നൽകിയ നടപടി മാറ്റുകയും ഈ സ്ഥലം മാറ്റ ഉത്തരവ് ശരിവെക്കുകയും ചെയ്ത് ഇതിനുശേഷമാണ് പിന്നീട് അനിത
ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹൈക്കോടതിയും ഇക്കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. കാരണം ഈ സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഭരണപരമായ ചില നിർവഹണമാണ് ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആ അതിജീവിതയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് ജീവനക്കാർക്ക് കൃത്യമായ വീഴ്ച പറ്റിയെന്നൊരു വിലയിരുത്തലുണ്ട്. ഇത് അതിജീവിതയെ സഹായിച്ച പേരിലല്ല, മറിച്ച് അതിജീവിതയ്ക്ക് സുരക്ഷ നൽകിയില്ല എന്ന പേരിലാണ് ഇവർക്ക് അടക്കമെതിരെ നടപടിയെടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. എന്തായാലും ആ വാദത്തിൽ തന്നെ അവർ ഹൈക്കോടതിയിലും ഉറച്ചു നിൽക്കും. രണ്ട് വാദങ്ങൾ, പ്രത്യേകിച്ചും ഒന്ന് ഈ മേൽനോട്ട ചുമതലയിൽ ഒരു പിഴവ് ഈ നഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി, മറ്റൊന്ന് ഈ പ്രൊമോഷൻ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സീനിയോറിറ്റിയിൽ മറ്റുള്ളവരാണ് ഇവരെക്കാൾ അർഹത എന്ന സാങ്കേതികത്വം. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ അവർ ശക്തമായി വാദിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത്തരം ഒരു പുനഃപരിശോധനാ ഹർജി നൽകുന്ന സാഹചര്യത്തിൽ ഇവർ ഈ കോടതിയലക്ഷ്യ ഹർജി, അതായത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയലക്ഷ്യ ഹർജി നൽകിയിരുന്നു. ആ ഹർജി പിൻവലിക്കില്ല എന്നാണ് ഇപ്പോൾ തന്നെ അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. കോടതി ഇക്കാര്യത്തിലൊരു തീർച്ചയായും അതിജീവിതയെ വാർഡിൽ സൂക്ഷിച്ചതിൽ ഏകോപനക്കുറവുണ്ടായി എന്നതായിരുന്നു അനിതയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം. അനിതയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലപാട്. എന്നാൽ അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു താൻ എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി ഉണ്ടാകുന്നതും തന്നെ ട്രാൻസ്ഫർ ചെയ്തത് എന്നതുമായിരുന്നു അനിതയുടെ വാദം. ആ വാദം ആണ് കോടതി പ്രാഥമികമായി അംഗീകരിച്ചത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് നിയമനം നൽകണം തിരികെ എന്ന ഉത്തരവ് ആണ് അനിത സമ്പാദിച്ചത്. പക്ഷെ അപ്പോഴും ആ ഉത്തരവ് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിരുന്നില്ല. സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പക്ഷേ കോടതി അലക്ഷ്യം ഉൾപ്പെടെ വീണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും പോരാട്ടത്തിലേക്ക് കടന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണ് അനിതയ്ക്ക് ഇപ്പോൾ ജോലിയിൽ തുടരേണ്ടി വരുന്നത്. പക്ഷേ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയാൽ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യാൻ താൻ ഒരുക്കമാണ് എന്ന നിലപാട് ആണ് ഇപ്പോൾ അനിത പറയുന്നത്. അതേസമയം ഈ അതിജീവിതയ്ക്ക് വേണ്ടി മറ്റുള്ളവർ നിലകൊണ്ടില്ല എന്നും കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള ശശീന്ദ്രൻ എന്ന ആൾ അംഗമായിട്ടുള്ള ഭരണാനുകൂല സംഘടന തനിക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തുകയും അങ്ങനെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അങ്ങനെ ആണ് തന്റെ നിയമനം വൈകിയത് എന്ന ആരോപണം ആണ് അനിത ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും അനിത ഇപ്പോൾ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഈ ആരോഗ്യ കേരളത്തിന് തീർച്ചയായും നാണക്കേടുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതി പീഡനത്തിന് ഇരയായി എന്നുള്ളത്. പിന്നീട് ഈ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാട് ആരും തന്നെ സ്വീകരിച്ചില്ല, പ്രത്യേകിച്ച് ജീവനക്കാർ സ്വീകരിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു അനിതയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പസമയം മുമ്പും അനിത പറഞ്ഞത് വിശ്വസിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ചുമതലയാണ്, അത് നിറവേറ്റുക തന്നെ വേണം എന്ന നിലപാട് അനിത സ്വീകരിക്കുകയും ചെയ്തു. അനിത ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഭരണാനുകൂല സംഘടന എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മറ്റ് സംഘടനകൾ അനിതയ്ക്ക് അനുകൂലമായ നിലപാട്, അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കണം, ഇത് തടയാനാകില്ല എന്ന തരത്തിൽ പ്രതിഷേധമുണ്ടാകുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഉൾപ്പെടെ അനിതയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുത്തു. അപ്പോഴും അനിത പങ്കുവച്ച ആശങ്ക ഈ ഭരണാനുകൂല സംഘടനയുടെ എതിർപ്പും ആണല്ലോ. തീർച്ചയായും ഇന്നിപ്പോൾ അവർ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ എത്തുമ്പോഴും UDFന്റെ ചില നേതാക്കൾ അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന കോൺഗ്രസിനെയും മറ്റുമൊക്കെ ചില ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം അതിജീവിത പുറത്തു നേരത്തെ ഇവരുമായി കണ്ട് ആശയവിനിമയം നടത്തിയ ശേഷമാണ് അവർ ഈ ജോലിയിൽ പ്രവേശിക്കാനായി എത്തിയത്. എന്തായാലും ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് അവർ ഉള്ളത്. ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള അല്ലെങ്കിൽ ഈ റീജോയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഔദ്യോഗികമായ ആശയവിനിമയങ്ങൾ ഉദ്യോഗസ്ഥരുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ സീനിയർ സൂപ്രണ്ടിന്റെ മുൻവശത്താണ് അവരുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയായി അല്പസമയത്തിനകം അവർക്ക് ഔദ്യോഗികമായി ഈ ആശുപത്രിയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ കഴിയും. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ PB അനിത തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നാണക്കേടുണ്ടാക്കിയ ICU പീഡന കേസിൽ പ്രതികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു, അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അതിന്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് താൻ
ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് എന്ന നിലപാടായിരുന്നു അനിത സ്വീകരിച്ചത്. ഇതിനെതിരെ കോടതിയിൽ പോവുകയും അങ്ങനെ അനുകൂലമായി ഉത്തരവ് സമ്പാദിക്കുകയുമാണ് അനിത ചെയ്തത്. എന്നാൽ അതിജീവിതയെ വാർഡിൽ സൂക്ഷിച്ചതിൽ ഏകോപനക്കുറവുണ്ടായി എന്നതിന്റെ പേരിലുള്ള അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് അനിതയെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നതായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം. എന്നാൽ കോടതി ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല. മാത്രവുമല്ല, അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണം എന്ന ഉത്തരവിനെതിരെ പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട്, റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റുന്നു എന്ന നിരീക്ഷണം കൂടി സർക്കാരിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അടക്കം പിന്നീട് നിലപാട് മാറ്റിയത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അടക്കം സ്വീകരിച്ചിരുന്ന നിലപാട് അനിതയ്ക്ക് അനുകൂലമായിരുന്നില്ല. അനിതയുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിയമനം നൽകാനാവില്ല എന്ന നിലപാടായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ പിന്നീട് മന്ത്രി നിലപാട് മാറ്റി. കോടതിയുടെ ഉത്തരവ് എന്താണോ അത് പ്രാബല്യത്തിൽ വരും, അത് നടപ്പിലാക്കും എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും 1 വർഷത്തോളം താൻ ഇതിന് പിന്നാലെ ആയിരുന്നു എന്ന് അനിത അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. നീതിക്കായി പോരാടുക തന്നെ ചെയ്യും, ഇനിയും നിയമ പോരാട്ടം തുടരും എന്നാണ് അനിത അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അനിത ഇപ്പോൾ റീജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ്, ഈ ജോലിയിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രവേശിക്കാൻ സാധിക്കുമോ? സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? അതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസർ മുമ്പാകെ അവർ ഈ സൂപ്രണ്ട് ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഓഫീസിലെത്തി, അതിനുശേഷമാണ് ഈ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് എത്തി എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ അവർ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനും ഔദ്യോഗികമായ ഉത്തരവ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ഈ അനിതയ്ക്ക് ലഭിച്ചിരുന്നു, മെഡിക്കൽ കോളേജ് ഓഫീസിൽ ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളാണ് നമുക്ക് അകത്ത് കാണാൻ കഴിയുന്നത്. ഓഫീസിനുള്ളിൽ അനിതയുണ്ട്, ഒപ്പം ഓഫീസറുണ്ട്. അദ്ദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഔദ്യോഗികമായി അനിത ഈ ജോലിയിൽ ജോയിൻ ചെയ്യും. അഭിലാഷ്, അതാണ് സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിത പോരാട്ടത്തിനൊടുവിൽ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടുക്കിയിലേക്കുള്ള ട്രാൻസ്ഫറിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അനിത കോടതിയെ അടക്കം സമീപിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ യുവതി പീഡനത്തിന് ഇരയാക്കപ്പെട്ട സംഭവമുണ്ടാകുന്നു. അതിൽ യുവതിക്ക്, അതിജീവിതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയായിട്ടാണ് തന്നെ ട്രാൻസ്ഫർ ചെയ്തത് എന്നതായിരുന്നു അനിതയുടെ നിലപാട്. എന്നാൽ ഇങ്ങനെ ഒരു അതിജീവിതയെ വാർഡിൽ സൂക്ഷിച്ചതിൽ ഏകോപനക്കുറവുണ്ടായി അനിതയുടെ ഭാഗത്ത് നിന്ന് എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ നൽകിയത് എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. അങ്ങനെ ആണ് അനിതയ്ക്ക് ട്രാൻസ്ഫർ നൽകിയത് എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ട്രാൻസ്ഫർ നൽകിയത് എന്ന് പറയുമ്പോൾ പോലും കോടതി ആ വാദങ്ങൾ അംഗീകരിച്ചില്ല. ഇപ്പോൾ കോടതി അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അനിതയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ഭരണ അനുകൂല സംഘടനയുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു സർക്കാർ പ്രതിരോധത്തിലായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനിത ജോലിയിൽ പ്രവേശിക്കുകയാണ്.